പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ജോൺ സിന എന്തുകൊണ്ട് റോയൽ റംബിൾ മത്സരത്തിൽ വിജയിച്ചില്ല? എല്ലാവർക്കും ഒരുപോലെ മനസ്സിലുണ്ടാകുന്ന ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ജോൺ സിന ഇപ്പോൾ കഴിഞ്ഞ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻറ്റിലെ മെൻസ് റോയൽ റംബിളിൽ അവസാന രണ്ട് താരങ്ങളിൽ ഒരാളായിരുന്നു. ജെ ഊസോ ജോൺ സിനയെ തള്ളിയിട്ടുകൊണ്ട് ആ റോയൽ റംബിൾ മത്സരത്തിൽ വിജയിക്കുന്നത് ജോൺ സിനയുടെ മുഖത്തുണ്ടാക്കിയ ഞെട്ടൽ പോലെയായിരുന്നു. ലൈവായി കണ്ട ആരാധകരുടെ മുഖത്തും ഉണ്ടായ ഒരു ഞെട്ടൽ. ജോൺ സിന വിജയിക്കുമെന്നുള്ളൊരു പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടാണ് അവസാനം ജെ ഊസോ ആ വിജയം കരസ്ഥമാക്കുന്നത്. അട്ടിമറി വിജയം ജെ ഊസോയിലേക്ക് എത്താനുള്ള കാരണം, അല്ലെങ്കിൽ ജോൺ സിന പരാജയപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം, ജോൺ സിന റോയൽ റംബിളിൽ വിജയിക്കുകയാണെങ്കിൽ റസൽമേനിയ 41 ജോൺ സിന വേൾഡ് ടൈറ്റിലിന് വേണ്ടി ചലഞ്ച് ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ജോൺ സിനയുടെ നെക്സ്റ്റ് എന്ത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം റോയൽ റംബിളിലൂടെ വിജയം കരസ്ഥമാക്കുകയാണെങ്കിൽ സീനക്ക് അവർക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു ഉത്തരം കിട്ടിയാൽ ജോൺസിനയുടെ ഇനിയുള്ള അപ്പിയറൻസിന് വലിയ വാല്യൂ ഉണ്ടാകില്ല. അതായത് ജോൺസിന ഇപ്പോൾ റോയൽ റംബിളിൽ വിജയിച്ചു എന്ന് നിങ്ങൾ കരുതുക. ഇനി വരുന്ന വീക്കിലി എപ്പിസോഡുകളിൽ ജോൺസിന അപ്പിയർ ചെയ്യുമ്പോൾ ജോൺസിന വന്നിട്ട് ചാമ്പ്യനെ ചലഞ്ച് ചെയ്യാൻ പോകുന്നു. ചാമ്പ്യനും ജോൺസിനയും തമ്മിലുള്ള ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റുകൾ വരും. ചാമ്പ്യനും ജോൺസിനയും തമ്മിലുള്ള സെഗ്മെൻറ്റുകളും ഫൈറ്റുകളും നടക്കുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി പ്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു പ്രഡിക്ഷൻ ഇനി ജോൺസിനയുടെ കാര്യത്തിൽ നടക്കില്ല. റോയൽ റംബിളിൽ ജോൺസിനെ വിജയിക്കാത്തത് കൊണ്ട് തന്നെ നെക്സ്റ്റ് എന്ത് എന്നുള്ളൊരു ചോദ്യം ബാക്കി നിർത്തുന്നുണ്ട്. അപ്പോൾ ജോൺസിനയുടെ റിട്ടയർമെൻറ്റും കൂടി നടക്കാൻ പോകുന്ന ഈ ഒരു വർഷം അടുത്തത് എന്ത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി നിൽക്കുമ്പോൾ അത് ഈ വ്യൂവർഷിപ്പ് ഉയർത്തുന്നതിലെ വലിയ ഘടകമായേക്കും. അതുകൊണ്ട് റോയൽ റംബിൾ മത്സരത്തിൽ ജോൺസിനയെ വിജയിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് ഒരു കാരണമായി പറയാം. രണ്ടാമത്തേത്, ജോൺസിനയെ എലിമിനേഷൻ ചേംബർ കഴിഞ്ഞു വരുന്ന പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് അതിലും ജോൺസിനയെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ റോയൽ റംബിളിൽ വിജയം കൊടുക്കാൻ പാടില്ല. അതായത് ജോൺസിന ഇപ്പോൾ തന്നെ ഒരു അനൗൺസ്മെൻറ്റ് പങ്കുവച്ചിട്ടുണ്ട്. ജോൺസിന 2025 അടുത്ത പ്രീമിയം ലൈവ് ഇവൻറ്റായ എലിമിനേഷൻ ചേംബർ മത്സരത്തിൽ പങ്കെടുക്കും എന്നുള്ളത്. എലിമിനേഷൻ ചേംബർ മത്സരത്തിൽ ജോൺസിന പങ്കെടുക്കും എന്നുള്ളതും WWE സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജോൺസിനയെ കൂടാതെ 5 വേറെയും റെസ്ലേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതും സീന പറയുന്നുണ്ട്. സീന അവർക്ക് മുന്നിലേക്കുള്ള ഒരു വെല്ലുവിളിയും ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് എലിമിനേഷൻ ചേംബറിൽ എനിക്കെതിരെ വരാൻ പോകുന്ന 5 റെസ്ലേഴ്സ് അതാരാണെന്ന് തനിക്ക് അറിയില്ല. ആ 5 റെസ്ലേഴ്സ് ഒരുങ്ങിക്കോളൂ, സെൽഫ് കോൺഫിഡൻസോട് കൂടി ഇരുന്നോളൂ, ഞാൻ എന്തായാലും വരും, ഞാൻ ആ എലിമിനേഷൻ ചേംബറിൽ വിജയിക്കും എന്നുള്ളതാണ് ജോൺസിന പറയുന്നത്. അപ്പോൾ ജോൺസിനയുടെ നെക്സ്റ്റ് പ്ലാൻ എന്ത് എന്നുള്ളത് ജോൺസിന പറഞ്ഞിട്ടുണ്ട്. ഇനി എലിമിനേഷൻ ചേംബറിലും ജോൺസിന വിജയിച്ച് അദ്ദേഹം ചാമ്പ്യൻഷിപ്പാണോ അതോ നമ്പർ 1 കണ്ടൻഡർ ആണോ എന്നൊന്നും നമുക്ക് ഇപ്പോൾ അറിയില്ല. ജോൺസിന എലിമിനേഷൻ ചേംബറിൽ പങ്കെടുക്കുന്നു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ജോൺസിന എലിമിനേഷൻ ചേംബറിൽ വരുമ്പോൾ അത് എലിമിനേഷൻ ചേംബറിൻ്റെ ടിക്കറ്റ് സെയിൽസിൽ നല്ലൊരു വർധനവ് ഉണ്ടാക്കും. അതുപോലെ തന്നെ എലിമിനേഷൻ ചേംബറും അതിനോട് അനുബന്ധിച്ച് വരുന്ന വീക്ക്ലി എപ്പിസോഡിൻ്റെയും റേറ്റിംഗ്സ് ഉയരും. അപ്പോൾ ജോൺസിന എലിമിനേഷൻ ചേംബറിൽ വിജയിച്ചിട്ട് അദ്ദേഹം നമ്പർ 1 കണ്ടൻഡർ ആകുമോ, അങ്ങനെയുള്ള ഒരു ക്യൂരിയോസിറ്റി അത് തുടർന്നുള്ള വീക്ക്ലി എപ്പിസോഡിനെ സഹായിക്കുമെന്നുള്ളത് കൊണ്ടും റോയൽ റംബിളിൽ ജോൺസിനയെ അവർ വിജയിപ്പിച്ചിട്ടില്ല. ഇനി റോയൽ റംബിളിൽ ജോൺസിനെ വിജയിപ്പിച്ചു എന്നുണ്ടെങ്കിൽ എലിമിനേഷൻ ചേംബർ മത്സരം ജോൺസിനക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ജോൺസിനയുടെ ഒരു പരാജയത്തിനുള്ള കാരണമായി എന്ന് നമുക്ക് പറയേണ്ടി വരും. ഏറ്റവും അവസാനത്തേതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു പോയിന്റ്, ജോൺസിന പരാജയപ്പെട്ടത് നിലവിൽ ജെ ഊസോയ്ക്ക് ലഭിക്കുന്ന ക്രൗഡ് സപ്പോർട്ടാണ്. ജെ ഊസോ ഏത് സ്ഥലത്ത് പോയിട്ട് ഏതെങ്കിലും ഒരു വീക്കിലി എപ്പിസോഡിൽ അപ്പിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ക്രൗഡ് ഫുള്ള് ജെ ഊസോയ്ക്ക് പിന്നിൽ അണിനിരക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത്. ജെ ഊസോയ്ക്ക് വമ്പൻ സപ്പോർട്ട് അവർ കൊടുക്കാറുണ്ട്. ജെ ഊസോയ്ക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജെ ഊസോയെ റോയൽ റംബിളിൽ അവർ വിജയിപ്പിച്ചത്. ജോൺസിനെ അല്ലാതെ മറ്റ് ഏതെങ്കിലും ഒരു താരം ആയിരുന്നു ജെ ഊസോയ്ക്ക് ഒപ്പം ഫൈനൽ 2-ൽ ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിൽ പോലും ജെ ഊസോയായിരിക്കും അവിടെ വിജയിക്കുക. കാരണം ജെ ഊസോയുടെ നിലവിലെ പോപ്പുലാരിറ്റി അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. WWE ചരിത്രത്തിലെ ഏറ്റവും വലിയ റോയൽ റംബിളാണ് ഇന്ന് കഴിഞ്ഞത്. WWE ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ച ഏക ദിവസത്തിലെ ഷോയും ഇന്ന് കഴിഞ്ഞ റോയൽ റംബിൾ പ്രീമിയം ലൈവ് ഇവൻ്റ് ആണെന്നും ട്രിപ്പിൾ എച്ച് പോസ്റ്റ് ഷോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഇവൻറ്റിൽ ജെ ഊസോയെ പോലെയുള്ള ഒരു താരത്തെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ, ഇത്തരത്തിലുള്ള എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു റോയൽ റംബിൾ മത്സരത്തിൽ വിജയിപ്പിച്ച് കൊണ്ടുവരികയാണെങ്കിൽ അത് ജെ ഊസോയ്ക്ക് കിട്ടുന്ന ഒരു അറ്റൻഷനുണ്ട്. ആ അറ്റൻഷൻ
ജെ ഊസോയെ പോലെയുള്ള താരത്തിൻ്റെ ഭാവിയിലെ ഒരു സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭാവിയിൽ ജെ ഊസോയെ പുഷ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റുകളെല്ലാം അവർ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടാണ് ജെ ഊസോയെ വിജയിപ്പിച്ചത്. ജെ ഊസോയ്ക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ ജെ ഊസോയിലൂടെ ഇനി കുറച്ച് വർഷങ്ങൾ അദ്ദേഹത്തെ മെയിൻ താരമാക്കി കൊണ്ടുപോകാനുള്ള പദ്ധതികൾ, ഇതെല്ലാം ജെ ഊസോയുടെ വിജയത്തിന് കാരണമായി, അല്ലെങ്കിൽ ജോൺ സിനയുടെ പരാജയത്തിലേക്ക് നയിച്ചു എന്നതാണ് നമുക്ക് പങ്കുവെക്കാനുള്ള പോയിന്റ്. ജോൺ സിന പരാജയപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.